ഒന്നുമല്ലാതിരുന്നൊരു സമൂഹത്തെ ഐക്യത്തിലൂടെ ഔന്നത്യത്തിലേക്ക് എത്തിച്ച ജഗന്നിയന്താവായ തമ്പുരാൻ. അതാണ് ആലി ഇംറാൻ അല്ലാഹു പറയുന്നത്, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ അല്ലാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണേ എന്ന് ഖുർആൻ. അല്ലാഹുവിന്റെ കയർ, അള്ളാന്റെ പാശം. കയറെന്ന് പറഞ്ഞാൽ ഇടക്ക് വെച്ച് കട്ടായി പോവില്ല. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കയറിങ്ങനെ പാരമ്പര്യത്തിലൂന്നി നമ്മുടെ കൈകളിലേക്ക് എത്തി നിൽപ്പുണ്ട്. ആ പാരമ്പര്യത്തെ മുറിച്ചു കളഞ്ഞാൽ പിന്നെ ആ കയർ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതായത് ഒരിക്കലും ഒന്ന് കട്ടായി പോകാതെ നമ്മുടെ കയ്യിലേക്ക് എത്തിയ ആ കയർ, അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ സ്മരിക്കണേ. അല്ലാഹു തന്ന അനുഗ്രഹം, അല്ലാഹു തന്ന അനുഗ്രഹം. ഇവിടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ സ്വഹാബത്തിനെ അത് വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഖുർആൻ കാലികമാണ്, സ്വഹാബത്തിനെ മാത്രം ചിന്തിപ്പിച്ചാൽ പോരല്ലേ. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് മുഴുവൻ ചിന്തിക്കാനുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഖുർആനിലൂടെ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാ നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്നിപ്പോ എരമ മഹല്ലുകാരെ നിങ്ങളോട് കൂടെ പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്, നിങ്ങൾക്കിങ്ങനെ ഇസ്സത്തോടെ തലയെടുപ്പോടെ നിൽക്കാൻ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഹൃദയത്തിന് ലഭിച്ചത് നിങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അല്ലേ. നമ്മുടെ കാരണവന്മാർ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ പള്ളി ഇങ്ങനെ ഉണ്ടായത്. നമ്മുടെ കാരണവന്മാർ കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് ഒരു മുസ്ലിം പേരിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ ഒരു ഇസ്സത്ത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർവികരുടെ ചരിത്രം മറന്നു പോകുന്നവർ നന്ദി കെട്ടവർ തന്നെ എന്ന് വായിക്കണം. നന്ദി കെട്ടവരാണവർ. പൂർവികരുടെ ചരിത്രം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളം സ്മരിക്കണേ. എന്താണ് അനുഗ്രഹം? നിങ്ങളൊന്നും അല്ലായിരുന്നു ഈ ലോകത്ത്. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എല്ലാത്തിനും മുകളിലേക്ക് ജഗന്നിയന്താവായ തമ്പുരാൻ നിങ്ങൾ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയാകട്ടെ, കച്ചവടങ്ങളാകട്ടെ, മറ്റു ഏത് മേഖല എടുത്തു നോക്കിയാലും ഇന്ന് മുസ്ലിംസിനെ ഒഴിച്ചു നിർത്താൻ പറ്റൂല അല്ലേ. ഇന്ന് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ് കൂടുതൽ. നമ്മൾ പഠിക്കണമെന്നേ ഉള്ളൂ. സ്ഥാപനങ്ങൾ ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. തൊഴിലുകൾ പലതും നമ്മുടെ കയ്യിലാണ്. എല്ലായിടത്തേക്കും നിങ്ങൾ അല്ലാഹു എത്തിച്ചിട്ടുണ്ട്. മക്കളെ അത് മറക്കല്ലേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കണേ. ആ പാരമ്പര്യമായി നിങ്ങൾക്ക് കിട്ടിയ സാംസ്കാരിക തനിമയുണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്തി കളയരുതേ. അത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ മുഴുവൻ ഊർജവും ചോർന്നു പോകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്തിനേറെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഡോക്ടർ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം അറബ് സമൂഹത്തിന്റെയും യൂറോപ്യൻസിന്റെയും കഥ പറയുന്നുണ്ട്. ഒരു താരതമ്യ പഠനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത് കാണാം, യൂറോപ്പ് വാസ് ബാക്ക്വേർഡ്. യൂറോപ്പ് വളരെ പിന്നിലായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല യൂറോപ്പിന്റെ കയ്യിൽ. യൂറോപ്പ് വാസ് എ ബിഗ് സീറോ. യൂറോപ്പ് ഒരു ബിഗ് സീറോ ആയിരുന്നു എന്നാണ്. ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതിലൊക്കെ യൂറോപ്പ് വാസ് ബാക്ക്വേർഡ് ഇൻ ലേണിംഗ് ആർട്സ്, സയൻസ് ആൻഡ് ഓൾ ഇമ്യൂണിറ്റീസ് ഓഫ് ലൈഫ്. ആർട്സിലാകട്ടെ, ശാസ്ത്രത്തിലാകട്ടെ, ജീവിതത്തിന്റെ പല പദ്ധതികളിലാകട്ടെ, എല്ലായിടങ്ങളിലും സായിപ്പന്മാർ വളരെ പിന്നിലായിരുന്നു. പിന്നെ ആരായിരിക്കും അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്? ഇറ്റ് വാസ് അറബ് സ്പെയിൻ. അറബികളാണ്. അറബ് സ്പെയിനാണ് അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്. സായിപ്പന്മാർക്ക് തുണി ഉടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് അറബികളാണ്. എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കൊർദോവ യൂണിവേഴ്സിറ്റി പ്രത്യേകം എടുത്തു പറയണം. സ്പെയിനിലെ ഏറ്റവും തലയെടുപ്പോടെ നിന്ന മുസ്ലിംസിന്റെ ഏറ്റവും വലിയ കിരീടം ചൂടി നിൽക്കുന്ന മനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് കൊർദോവ. ആ കൊർദോവ യൂണിവേഴ്സിറ്റിയിലൂടെ മുസ്ലിം ഉമ്മത്ത്, ഈ അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്താണ് ലോകത്തിന് സംസ്കാരം പഠിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്ക് സംസ്കാരം പഠിപ്പിച്ചത്, സായിപ്പന്മാർക്ക് സംസ്കാരം പഠിപ്പിച്ചത്. തുണിയുടുക്കാൻ അറിയാത്ത സായിപ്പിനെ തുണിയുടുക്കാൻ പഠിപ്പിച്ചത് മുസ്ലിംകളാണെന്ന് ഡോക്ടർ ജവഹർലാൽ നെഹ്റു കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാണ്. അവിടെ നിന്നോട് ഒരുപാട് ചരിത്രകാരന്മാർ, പി കെ ഹിറ്റിയെ പോലെ, ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെ ഒരുപാട് ചരിത്രകാരന്മാർ ഈ വിഷയം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം സ്പെയിൻ wrote one of the brightest chapters in the intellectual history of medieval Europe.
യൂറോപ്പിന്റെ മധ്യകാല ചരിത്രത്തിൽ ഒരു സുവർണ രേഖയായി കിടപ്പുണ്ട് മുസ്ലിം സ്പെയിൻ വരച്ച് കാണിച്ചു തന്ന ആ ചിത്രമെന്ന് എല്ലാ ചരിത്രകാരന്മാരും ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. യൂറോപ്യൻസിന് അത്രമേൽ വലിയ സംസ്കാരം പകർന്നു നൽകിയ മുസ്ലിംകളെ, അപ്പൊ നമ്മുടെ സംസ്കൃതി എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സംസ്കൃതിയെ കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഈ കാണുന്ന അന്തസ്സും ഈ കാണുന്ന ആഭിജാത്യവും ഈ കാണുന്ന ഇസ്സത്തും നിങ്ങൾക്ക് വെറുതെ ഉണ്ടായതല്ല, നിങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്മരിക്കണേ, നിങ്ങൾ സ്മരിക്കണേ. ആ സ്മരണയില്ലെങ്കിൽ നിങ്ങൾ നന്ദി കെട്ടവരാണെന്ന് ഖുർആൻ. നന്ദി കെട്ടുപോകാനും പാടില്ല. അല്ലാഹു നന്ദിയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ കേരളം തന്നെ നോക്ക്. കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിലെ ഒരവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ഈ തമിഴ്നാട്ടിൽ പോയിട്ട് 1 മാസം താമസിച്ചാൽ മതി. യു പിയിലേക്കൊന്നും പോകണ്ട. അവിടെയൊക്കെ പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ തൊട്ടടുത്തിടക്ക വേണ്ട, ഈ പാലക്കാട് ബോർഡർ കഴിഞ്ഞ് ഒരു 5 കിലോമീറ്റർ അപ്പുറേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകും മതകീയമായി വല്ലാത്ത ശോഷണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ എന്താ സംഭവിച്ചത്? ഈ ശോഷണം സംഭവിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉലമാക്കളും ഉമറാക്കളും ഐക്യത്തോടെ നിന്ന് ഉമ്മത്തിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള മനസ്സ്, സംഘടന, രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ മുസ്ലിം ഉമ്മത്തിനുണ്ടായി എന്നത് തന്നെയാണ് കേരളത്തിലെ വിജയം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ദിവസം പോയിട്ട് കേരളത്തിന്റെ അപ്പുറത്ത് താമസിക്കണം. ഇതുപോലെ ഒരു ആത്മീയ ചൈതന്യമൊന്നും പലപ്പോഴും പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയാറില്ല. ഇത്രമേൽ വലിയ ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ ഉള്ളതുപോലെ ഇതര സ്റ്റേറ്റുകളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഈ ഒരു ഐക്യവും ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു ബോധവും മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്മരിക്കണേ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ നവോത്ഥാനത്തിന്റെ ചരിത്രം പറയുന്ന മുസ്ലിം സമൂഹം സ്പെയിൻ അടക്കം അവസാനം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അധികാര സ്തംഭങ്ങളെല്ലാം അതിന്റെ താക്കോൽ കൂട്ടങ്ങൾ കൊണ്ടുപോയി ബ്രിട്ടീഷുകാരന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി വെച്ചു. ഫെർഡിനാൻഡേയും ഇസബല്ലയുടെയും കാൽ കീഴിൽ കൊണ്ടുപോയി വെച്ച് സാഷ്ടാംഗം പ്രണമിച്ചു മുസ്ലിം ഉമ്മത്ത്. എന്തുപറ്റി? അവർക്കിടയിലെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഐക്യം തകർന്നു, അവർക്കിടയിലെ ഒത്തൊരുമ തകർന്നു, അവരില്ലാതായി. ആത്മീയമായി ശോഷണം സംഭവിച്ചു. പാശ്ചാത്യർക്ക് സംസ്കൃതി പഠിപ്പിച്ചു കൊടുത്ത മുസ്ലിം ഉമ്മത്ത് ലാസ്റ്റ് പാശ്ചാത്യന്റെ സംസ്കൃതിയും കൂടി തിരിച്ചു വാങ്ങി. ഇക്ബാലിന്റെ ഒരു കവിത ഉണ്ട്, ഇസ്ലാം കി ഫിത്രത്ത് മേ कुदरत न लचक जी है ये इतना ही उभरेगा जितना है दबाओगे जहां में अहले ईमान सूरत खुर्शीद जीते हैं इधर डूबे उधर निकले उधर डूबे इधर निकले. ഇസ്ലാം അത് വളരെ ഫ്ലെക്സിബിളായ മതമാണ്. അവിടെ അസ്തമിക്കുമ്പോൾ ഇവിടെ ഉദിക്കും, ഇവിടെ അസ്തമിക്കുമ്പോൾ അവിടെ ഉദിക്കും. അതായത് നമ്മൾ ഇസ്ലാമിക സംസ്കൃതിയൊക്കെ കൈവിടുമ്പോൾ പാശ്ചാത്യൻ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയതയിലേക്ക് ഓടി വരികയാണവൻ. ആത്മീയതയുടെ ഒരു തുരുത്ത് കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണവൻ. അവൻ വലിച്ചെറിഞ്ഞിട്ട മോഡേണൈസേഷന്റെ പേരിൽ അവൻ കാണിച്ചു കൂട്ടിയ എല്ലാ കോപ്രായങ്ങളെയും മുസ്ലിം ഉമ്മത്തെ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അഴുക്കുചാലിൽ കിടന്ന് നീന്തുക നമ്മള്. ഈ അവസ്ഥ എവിടെ വന്നു? സ്പെയിനിൽ സംഭവിച്ചു. അന്ന് ഈ അധികാര ചിഹ്നങ്ങളുടെ എല്ലാം താക്കോൽ കൂട്ടം കൊണ്ടുപോയി ബ്രിട്ടീഷുകാരന്റെ കാൽ കീഴിൽ വെക്കേണ്ടി വന്നു മുസ്ലിം ഉമ്മത്തിന്. അവൻ പരാജയപ്പെട്ടു പോയി. കാരണം അവന്റെ ഇടയിലുള്ള ഐക്യം തകർന്നു. ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തകരും മക്കളെ, അങ്ങനെ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ തകരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറയാൻ. ഈ രാജ അധികാരികളുടെയൊക്കെ പരമ്പരയിൽ വന്ന മൂർ വംശത്തിൽപ്പെട്ട അവസാനത്തെ മൂറിനോട് അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നുണ്ട്, മൂർ ആഫ്രിക്കൻ വംശജരാണ്. മോനെ, നിന്റെ പൂർവികരായ പൂർവ്വപിതാക്കൾ അഭിമാനത്തോടെ ജീവിച്ച് കാണിച്ചു തന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ഒരു നായ കുരയ്ക്കുന്നത് പോലെ, നായ മോങ്ങുന്നത് പോലെ മോങ്ങാമെന്നതിൽ കവിഞ്ഞ് മോനെ നിനക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ. എൻ്റെ ഉപ്പാപ്പാക്ക് വലിയ ആന ഉണ്ടായിരുന്നു എന്ന് നിനക്ക് പറയാം. ആ ആനയെ തിരിച്ച് മേടിക്കാൻ നീ എന്ത് പണിയെടുത്തത്? എൻ്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായി, എൻ്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായി എന്ന് പറഞ്ഞു നടന്നുകൊണ്ട്
നീ ആനാവൂല, നീ ആനയുടെ പാപ്പാനാവൂല, അല്ലെങ്കിൽ നീ ആനയുടെ മുതലാളിയാവൂല. എൻ്റെ ഉപ്പാപ്പാക്ക് ഉണ്ടായി, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ സ്പെയിനിൽ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടായില്ല. ഇതൊക്കെ സ്മരിക്കാൻ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ പുനരാവിഷ്കരണം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങളെ മറക്കരുത്. ഇദ് കുൻതും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബികും, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നില്ലേ, നിങ്ങളുടെ ഉള്ളിലേക്ക് അല്ലാഹു സ്നേഹം തന്നുവെന്ന് ഖുർആൻ. സൗഹൃദം തന്നു, നിങ്ങളെ സഹോദരങ്ങളാക്കി മാറ്റി റബ്ബുൽ ആലമീൻ. ഫഅസ്ബഹ്തും ബിനിഅമതി ഇഖ്വാനാ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇന്ന് സഹോദരങ്ങളാണെന്ന് ഖുർആൻ. വഖുൽതും അലാ ശഫാ ഹുഫ്റതിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ വാതിൽ പഠിക്കലായിരുന്നു, നരകത്തിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയം, ആർത്തട്ടാസിച്ച് നിൽക്കുന്ന സമയം അല്ലാഹു ഐക്യത്തിലൂടെ നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് ഖുർആൻ. നരകത്തിന്റെ ആ പടിയിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭിന്നിച്ച് പോയി എവിടെത്തി? നരകത്തിന്റെ പടിയിലെത്തി. അപ്പോഴേക്ക് നിങ്ങളിലേക്ക് ഐക്യം തന്നു, നിങ്ങൾ സഹോദരങ്ങളായി മാറി. ആ നരകത്തിന്റെ പടിയിൽ നിന്ന് കാരുണ്യവാനായ തമ്പുരാൻ നിങ്ങളെ രക്ഷിച്ചുവെന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറയാണ്. എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഭിന്നിച്ചു പോയാൽ എങ്ങോട്ടാ ചാടുക? നരകക്കൊടിയിലേക്കാണ് ചാടുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് പാരമ്പര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളത്. പാരമ്പര്യം ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പാരമ്പര്യം നിർബന്ധമാണ്, പരമ്പരയായി കൈമാറി വന്നതാണ് ഖുർആനും ഹദീസും ഒക്കെ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ആ പാരമ്പര്യത്തിലൂന്നി ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് നമ്മൾ പോവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഹ്തദൂൻ. നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ വിശദീകരിച്ച് തരികയാ. എന്തിനാ? നിങ്ങൾ നരകത്തിൽ പോയി വീഴാതിരിക്കാൻ, നിങ്ങൾ കുഴിയിൽ വീഴാതിരിക്കാൻ, കുഴിയിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരികയാണെന്ന്. മുത്തുനബി തങ്ങളുടെ ഒരു ദുആ ഉണ്ട്. പടച്ചവനെ, ദാരിദ്ര്യത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, നാച്ചുറൽ കലാമിറ്റീസിൽ നിന്ന്, എല്ലാത്തിലുമുപരി ശത്രുക്കൾ ചിരിക്കുന്നതിൽ നിന്ന് എനിക്ക് കാവൽ നൽകണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ശമാതത്തുൽ അദാ, ശത്രുക്കളുടെ ചിരി. ശത്രുക്കൾ എപ്പോഴാ ചിരിക്കുക? മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടുമ്പോഴാ, അല്ലേ? മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു FB ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, എന്തോരം ചിരി കമന്റ്സ് ആണ് വരിക, എത്ര ചിരി ഇമോജീസ് ആണ് വരിക. ഒരു പരിധിവരെ അവരെ കൊണ്ട് ചിരിപ്പിച്ചത് നമ്മളാ. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ ചിന്തിക്കണം. ശത്രുക്കൾ ചിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മളിങ്ങനെ തമ്മിലടിച്ച്, നമ്മൾ ചീത്ത പറഞ്ഞ് ഭിന്നിച്ച് നാട്ടുകാരും ഒക്കെ ഇട്ട് അത് കാക്കാന്മാരാണെന്ന് പറയുമ്പോൾ ഒരു ചിരി ഉണ്ടല്ലോ, അപകടമാണ്. അള്ളാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കലാണ്, അവർക്ക് നാശമാണെന്ന് അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. ഈ ഒരു സംഭവം മുമ്പുണ്ടായിരുന്നു, ഇങ്ങനെ പൊട്ടിച്ചിരിച്ചൊരു കാലം. ഞാൻ മുമ്പ് ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്. 1920 സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണത്. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ, ഒട്ടോമൻ എംപയർ, തുർക്കികളുടെ കീഴിൽ ലോകം മുസ്ലിങ്ങൾ മുഴുവൻ ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലേക്ക് ശത്രു വന്നു. അതിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നു. T.E. ലോറൻസ്, തോമസ് എഡ്വേർഡ് ലോറൻസ്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭിന്നിപ്പിക്കാൻ നോക്കി. അതിന് നേതൃത്വം നൽകിയ ആളാണ് T.E. ലോറൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മുസ്ലിംകളെ ഭിന്നിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, വലിയ പാടൊന്നും വേണ്ടിയൊന്നില്ല, കുറച്ച് എഴുത്തുകുത്തികൾ, കുറച്ച് സംസാരങ്ങൾ, ഇത് മതിയായിരുന്നു അവർ ഭിന്നിച്ചു പോകാൻ. അല്ലേ? നമ്മൾ ഭിന്നിക്കാൻ മുട്ടിയൊക്കെയാണ്. നമ്മളോട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആഹാ അവൻ എന്നെ കുറിച്ച് അത് പറഞ്ഞാൽ എന്നാൽ പിന്നെ തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ, നമ്മൾ രണ്ട് ചേരിയാവും. പിന്നെ അങ്ങനെയല്ല മുസ്ലിങ്ങൾ. നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് പറയണം, എടാ ഹത്തീബ് അങ്ങനെ പറഞ്ഞു, പിന്നെ അയാൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാക്കിയിട്ട്, അല്ലല്ല ഉസ അങ്ങനെ പറഞ്ഞു, നമുക്ക് വിളിച്ചു ചോദിക്കാമല്ലോ ഉസ അങ്ങനെ പറഞ്ഞായിരുന്നു. ആ അത് ശരി, അയാൾ തെറ്റിദ്ധരിച്ചതാണല്ലേ. ഇതാണ് മാന്യത. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് വാളെടുത്ത് ഒരുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മുസ്ലിംകളുടേതല്ലെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. മുസ്ലിംകളെ ഭിന്നിപ്പിക്കാൻ എളുപ്പമാണെന്ന് ജൂതന്റെ പിൻഗാമിയാണ് പറയുന്നത്, ബ്രിട്ടീഷുകാരനാണ് പറയുന്നത്.
ഭിന്നിപ്പിക്കാൻ എളുപ്പാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരല്ല, എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം FB കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ തമ്മിലടി, ആ കമൻസ് നോക്കിയാൽ കണ്ടൂടെ? ഇതിൻ്റെ ഇടയിൽ ഇത് വായിച്ചു നോക്കുന്ന ഒരു ഹിന്ദുവായ മനുഷ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കണത്? ഞാനിപ്പോൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അയ്യേ, ഇതിനേക്കാളും ഭേദമാണ് എൻ്റെ മതം നാം പറയൂലേ. നാളെ ആഖിറത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നാഥനായ തമ്പുരാന്റെ മുമ്പിൽ നിന്റെ മതത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പടച്ചോനെ എന്താ എനിക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത് അല്ലാഹുവിനോട്? അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. അവസാനം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തൊക്കെ ഇവർ പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, മുസ്ലിങ്ങളെ തോൽപ്പിക്കണം എന്നല്ല. മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല. തോറ്റുപോയാൽ പിന്നെന്താ ചെയ്യാ? മുസ്ലിങ്ങൾ അവരങ്ങ് സടകുടഞ്ഞെഴുന്നേറ്റിട്ട് ഇരട്ടിക്കിരട്ടി ശക്തിയിൽ അവരങ്ങ് പോരാടും. അതുകൊണ്ട് തോൽപ്പിച്ചാൽ പറ്റൂല. When war broke out, when war broke out, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ an urgent need to divide Islam, an urgent need to divide Islam. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് കളയണം. ഭിന്നിപ്പിച്ചാൽ പിന്നെ അവർ ജയിക്കൂല. നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ സടകുടഞ്ഞെഴുന്നേൽക്കും. ഭിന്നിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എണീക്കൂല. അവിടെ കടന്നു പോകും. നമ്മൾ നമുക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കി തമ്മിൽ തല്ലി ചത്തുപോയിക്കോളും ബ്രിട്ടീഷുകാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ നമ്മളെ കുറിച്ച് ബ്രിട്ടീഷുകാരൻ മനസ്സിലാക്കി പോയോ? അള്ളാഹു നമുക്ക് ഈമാനിൽ വർദ്ധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, Hussein was ultimately chosen because of the rift he could create in Islam. നമുക്കൊരാൾ വേണം. ഏതൊരു സമൂഹത്തെയും ഭിന്നിപ്പിക്കണമെങ്കിൽ ഒരാൾ വേണം, അല്ലേ? ഒരാൾ വേണം. ഈ ചില സമൂഹത്തിൻ്റെ ഇടയിൽ ഛിദ്രത ഉണ്ടാക്കി കിടക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കിങ്ങനെ ഒരു കൊളുത്തുന്ന പരിപാടിയാണ് പണി. നമുക്കിടയിൽ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. ചില മഹല്ലുകളിലൊക്കെ കാണാം, അല്ലേ? ഒരാളിങ്ങനെ നടന്ന് മറ്റവരെ കുറിച്ച് കുറ്റം പറയും. അവരുടെ കുറ്റം മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ലാസ്റ്റ് ഈ തമ്മിൽ തെറ്റിക്കുന്ന ഒരു പണിയുണ്ടല്ലോ, ഇങ്ങനെ ഒരുത്തും നമുക്ക് വേണം. അങ്ങനെ ഒരാളെ കിട്ടി അവർക്ക്, ബ്രിട്ടീഷുകാർക്ക്. ഹുസൈൻ. ഏതാണ് ആ ഹുസൈൻ? മക്കയിലെ ഗവർണറായിരുന്നു. മക്ക ഗവർണർ ബ്രിട്ടീഷുകാരന്റെ കൈപ്പിടിയിലായി. ആ മക്ക ഗവർണറുടെ സഹായത്തോടെ ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ, ആരെ തകർക്കാൻ? മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. നടന്നു. അതിന്റെ ബാക്കിപത്രമാണ് ഫലസ്തീൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചു പോയതാണ്. ആ ഭിന്നിച്ചതിന്റെ ഫലമെന്നോണം ചില ആളുകൾക്ക് സമ്പത്തിനും മറ്റ് പല സ്വത്തുകൾക്കും വേണ്ടിയിട്ട് ഉമ്മത്തിലെ തന്നെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ നാടങ്ങ് വിട്ടുകൊടുക്കാൻ നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഏറ്റവും നെറികെട്ട പരിപാടിയല്ലേ അത്? അള്ളാഹു ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇനിയും ഇതുപോലെ തകർന്നു പോകുന്ന പറയണേ. നമ്മൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തകർന്നാൽ പിന്നെയും ഒരു ഫലസ്തീൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് വ്യക്തമായ കാര്യമല്ലേ? എപ്പോഴാ ഇപ്പൊ ഈ വേറൊന്നും വേണ്ട, ഈ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരൂന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇലക്ഷനിൽ പോലും കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചു? സ്വപ്നത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നോ? ഇല്ല. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല കാര്യങ്ങൾ. നമ്മൾ അള്ളാന്റെ ദീനിന് വില കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വില അള്ളാഹു ഇടിച്ചു കളയും. സയ്യിദുനാ റസൂലുള്ളാഹ് പറഞ്ഞ മനസ്സിലായോ? എന്താ ആ ഒരു വാക്കെപ്പോഴും മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ മതത്തിന് നമ്മൾ വില കൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ വില അള്ളാഹു ഇടിച്ചു കളയും. സയ്യിദുനാ റസൂലുള്ളാഹ് ഓർത്തു വെക്കണം ഇത്. നമുക്ക് ഇസ്സത്തില്ലാതെയാകും. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലൗ അല്ലമത് ഉമ്മത്തി അദ്ദീനാറ വദ്ദറാഹിം നുസിഅത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം. എന്റെ ഉമ്മത്തിന് ഏറ്റവും വലുത് ദിനാറും ദിർഹവുമായാൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് അവരിൽ നിന്ന് അല്ലാഹു എടുത്തു കളയുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഇന്ന് മില്യൺ കണക്കിന് ഡോളറുകളാണ് അറബ് രാജ്യങ്ങളുടെ കയ്യിലുള്ളത്, അല്ലേ? ചിന്തിച്ചു, മില്യൺസ് ഓഫ് മില്യൺ ഡോളേഴ്സ് അവരുടെ കയ്യിലുണ്ട്. തൊട്ട് താഴെ ഒരു കൊച്ചു രാജ്യം കിടന്ന് കേഴാണ്, അല്ലേ? യാ അഹ്ല ബൈത്തില്ലാഹ്, യാ അഹ്ല മക്ക, മക്കക്കാരെ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരെ, ഖുദൂനാ, ഞങ്ങളെ ഒന്ന് പിടിക്കണേ, ചേർത്ത് പിടിക്കണേ, കൈവിടല്ലേ. കുഞ്ഞുമക്കൾ കിടന്ന് കരയുമ്പോഴും ആർത്തനാദങ്ങൾക്കിടയിലും മിണ്ടാതിരിക്കാൻ കാണിക്കുന്ന ഒരു അടിമത്ത മനോഭാവം ഇന്ന് അറബികൾക്കുണ്ടല്ലോ. ഭിന്നിച്ചതിന്റെ ഫലമാണിത്. മിണ്ടുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല അറബികൾ. കാരണം ഭിന്നിച്ചു പോയതിന്റെ ഫലമാണിത്.
ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. അള്ളാഹു അവർക്കും നമുക്കും ഒക്കെ ബോധം നൽകുമാറാകട്ടെ. ആമീൻ പറയാനുള്ളൊരു ഊർജം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ബലം നൽകുമാറാകട്ടെ. ഞാൻ ഭിന്നിച്ചതിന്റെ ഫലമാണ്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ മുഴുവൻ അറബ് രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുനിന്ന് ഊതിയാൽ പറന്നു പോകാനുള്ളതേ ഉള്ളൂ. ഇസ്രായേൽ എന്നറിയപ്പെടുന്ന, യഥാർത്ഥ ഇസ്രായേലല്ല, അറിയപ്പെടുന്ന രാജ്യം ചെയ്യുന്നുണ്ടോ? മിണ്ടുന്നുണ്ടോ? അതിനെതിരെ ബ്രെഡും പാലും കൊടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ബ്രെഡും പാലും കൊടുക്കാൻ ഇവിടെ നിന്ന് നമ്മൾ ബ്രെഡും പാലും വേണമെങ്കിൽ നമുക്ക് അയക്കാം. കണ്ടെയ്നേഴ്സ് അവിടെ എത്തിക്കോളും. അത് വേണ്ടെന്നല്ല, അത് വേണം. എല്ലാത്തിലും അപ്പുറം അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ അനൈക്യം കൊണ്ടാണ് എന്ന് കൃത്യമായി ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമേ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, വലാ തഹാസദു വലാ തനാജശു വലാ തബാഗദു വലാ തദാബറു. നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് നടക്കരുതേ. പരസ്പരം നിങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കരുതേ. പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞു നടക്കരുതേ. കണ്ടാൽ മുഖം തിരിച്ച് നടന്നു പോകരുതേ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് കണ്ടാൽ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്നു പോകുന്ന ചില ആളുകളുണ്ട്. പാടില്ല, അങ്ങനെ പാടില്ല. ഉമ്മത്ത് മുസ്ലിം അല്ലേ? കാണുമ്പോൾ ഇങ്ങനെ കണ്ടാലും ഒന്ന് ചിരിക്കില്ല. ചിരി അത് മുസ്ലിമിന്റെ അടയാളാണ്. മുസ്ലിമിന്റെ അടയാളാണ്. ചിലരോട് ഞാൻ പറയും, സലാം അലൈക്കും. വലൈക്കും സലാം. ഇപ്പൊ എന്തിനാ സലാം പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു അല്ലേ? ആ കൈ കൊടുക്കുന്നതിന് മാത്രം കാര്യമൊന്നുമില്ല. ചിരി വരണം. കണ്ട ഇപ്പൊ തന്നെ ഇരിക്കണ നോക്കിയാൽ ഗൗരവം പിടിച്ചിട്ട് ചിരിക്കൂല. അവർ ചിരിക്കാൻ ഭയങ്കര മടിയന്മാരാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ സ്വഭാവമായിരുന്നു അത്. ആ സ്വഭാവം നമ്മിൽ ഉണ്ടാകണമെന്ന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, വഖൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ സഹോദരങ്ങളായി തീരണേ. നിങ്ങളുടെ സഹോദരങ്ങളാകണേ. നമുക്കിടയിൽ ഭിന്നിപ്പിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ നന്നാക്കണം എന്ന്. ഭിന്നിപ്പിന് നമ്മൾ ഇടം കൊടുക്കരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അൽ മുസ്ലിം അഹുൽ മുസ്ലിം. മുസ്ലിം ഒരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവന് അഭിമാനമുണ്ട്. അവന്റെ അഭിമാനം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ അഭിമാനം നിഷിദ്ധമാണെന്ന് പരിശുദ്ധ റസൂൽ. അവന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നടക്കരുത്. നമുക്ക് ഒരാളുടെ കുറ്റം നമ്മൾ അറിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരാളെ കുറിച്ച് കുറ്റകരമായത് നമ്മൾ അറിഞ്ഞു, എന്ത് ചെയ്യണം? കേട്ടില്ല? വാട്സപ്പിൽ മെസ്സേജ് അയക്കോ? പിന്നെ എല്ലാവരും അറിയിക്കോ? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യോ? അയാളെ വിളിച്ചു പറയണം. അയാളെ വിളിച്ചു ഉണർത്തണം അല്ലേ? എന്തിനേറെ ഒരു മനുഷ്യൻ വ്യഭിചാരശാലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഉടൻ തന്നെ നമ്മളൊരു വിധി എഴുതും. കണ്ടില്ലേ, ഇവൻ ഇതാണ് പണി. അങ്ങനെ പറയുന്നവനെ ഹദ്ദടി അടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. വ്യഭിചാരമൊക്കെ അത് കൃത്യമായിട്ട് വ്യഭിചാരത്തിന് സാക്ഷി. നമ്മൾ എത്ര പേർക്കെതിരെ വ്യഭിചാര ആരോപണം പറയുന്നുണ്ട്. ആരെങ്കിലും കുറിച്ച് ചോദിക്കുമ്പോൾ അത് മറ്റതാ എന്ന് പറയാൻ നിനക്കെന്ത് അധികാരമുള്ളത്? നീ വല്ലതും കണ്ടോ അല്ലേ? ആളുകൾ പറഞ്ഞത് കേട്ട് പറഞ്ഞു പോകരുത്. അങ്ങനെ പറയുന്നവനാണ് ഹദ്ദടി അടിക്കേണ്ടതെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഒരാൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കണമെങ്കിൽ കൃത്യമായി സാക്ഷികളുടെ എണ്ണമുണ്ട്. അത് നേരിട്ട് കാണണം. ആ പറയുന്ന അവയവത്തിൽ ഇൻസേർട്ട് ആകുന്നത് കൃത്യമായി കണ്ടാൽ മാത്രമേ വ്യഭിചാര ആരോപണം പോലും ഉന്നയിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ അത്രത്തോളം സൂക്ഷ്മതയുള്ളൊരു വിഷയമാണത്. അപ്പൊ ഒരു മുസ്ലിമിന്റെ അഭിമാനം നമുക്ക് നിഷിദ്ധമാണെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ വലാ തഹാസദൂ, നിങ്ങൾ അസൂയ വെച്ച് നടക്കരുത്. വലാ തനാജശൂ, നിങ്ങൾ കുറ്റം പറഞ്ഞ് നടക്കരുത്. ഹബീബായ തങ്ങളുടെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, ഒരു കുറ്റവും കുറവും നോക്കി നടക്കുന്ന സ്വഭാവം മുത്തുനബിക്കില്ലല്ലോ അല്ലേ? വളരെ ഹൃദ്യമായ മനസ്സ്, പുഞ്ചിരിക്കുന്ന മുഖം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ്. വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങൾ നിങ്ങൾ മുശാവറ ചെയ്യണേ. എല്ലാവരോടും ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നിങ്ങളെ ചർച്ച ചെയ്യണം. വതവക്കൽ അലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിൽ തവക്കുലാക്കി നിങ്ങൾ ഇറങ്ങണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് മുശാവറ. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി
ഒരു മുഷാവറ നടത്തുകയാണ്. തൻ്റെ രാജസദസ്സിലുള്ള ആളുകളോടല്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗ്രാമീണനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, ഞാൻ ഉമർ അമീറുൽ മുഅ്മിനീൻ എന്നൊക്കെ വിളിക്കും എന്നെ, ഞാൻ എങ്ങനെയുണ്ട്, ഞാൻ മോശമാണോ? ഒരു ഗ്രാമീണനായ ആട്ടിടയനോടാണ് ചോദിക്കണത്. ഉമറിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ തൻ്റെ കുടിലേക്ക് പോയി ഒരു വാളങ്ങെടുത്തിട്ട് പറഞ്ഞു, ഉമറേ, നിങ്ങൾ മോശമായിരുന്നെങ്കിൽ ഈ വാളിങ്ങനെ വെറുതെ ഇരിക്കില്ലായിരുന്നു. ഇതൊരു വർച്ചാന. ഇത് ആരോടെ ചോദിക്കണേ? ആരാണ് ചോദിക്കുന്നത്? ശത്രുക്കൾ കണ്ടാൽ കിടുകിടാ വിറച്ചിരുന്ന സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കണ്ടോ? അപ്പൊ ഈ ഒരു ഐക്യം, ഈ ഒരു കൂട്ടായ്മ ഇതെന്നും എല്ലായിടത്തും നിലനിൽക്കുന്നിടത്തോളം മുസ്ലിം ഉമ്മത്ത് തോറ്റുപോവില്ല, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മുടെ കുടുംബമേതാ? ഈ എരമം മഹല്ല് നമ്മുടെ കുടുംബമാണ് അല്ലേ? എരുമത്തുകാരല്ലാത്തവരുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു കുടുംബം തന്നെയാണ്. ഞാൻ എരമത്തൊന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. ഈ എരമം മഹല്ലിലുള്ള നമ്മളൊക്കെ കുടുംബക്കാരാന്നേ, ആണെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക്? ഇതിപ്പോൾ എനിക്ക് മാത്രം തോന്നിയിട്ടായിരുന്നു, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ലേ? നമ്മളൊക്കെ കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടോ? അപ്പോൾ വാപ്പ ചിലപ്പോൾ UDF-കാരനായിരിക്കും, മോൻ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. ഇവർ രണ്ടുപേരും വീടിൻ്റെ അകത്ത് അടിയും ബഹളവും ഉണ്ടാക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ടോ? വാപ്പ വാപ്പയാണ്, മോൻ മോനാണ്. ഇതുപോലെ നമുക്ക് വ്യത്യസ്ത രാഷ്ട്രീയ മനോഭാവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാകും, പല സംഘടനകളിൽ നമ്മൾ അംഗമായിരിക്കും. ഉമ്മത്ത് മുസ്ലിം എന്ന കോൺസെപ്റ്റിൽ ഈ മഹല്ലിൻ്റെ അകത്ത് നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കണ്ടേ? വേണോ വേണ്ട? നിങ്ങൾ പറയും, വേണോ വേണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുന്ന സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായി എന്ന് വെക്കുക, നമ്മുടെ കുടുംബത്തിൽ ഒരു കുറ്റവും അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്ത ഒന്നുണ്ടായി എന്ന് വെക്കുക, നമ്മൾ വേഗം എന്ത് ചെയ്യും? നാട്ടുകാരെ വിളിച്ചറിയിക്കോ? അത് മൊത്തത്തിൽ അങ്ങ് സോഷ്യൽ മീഡിയയിലിട്ട് ഫ്ലാഷ് ചെയ്ത് കളയോ? എന്ത് ചെയ്യും പിന്നെ നമ്മൾ? അത് വേഗം അവരോട് വിളിച്ചു പറഞ്ഞ, മോളെ ആ ചെയ്തത് ശരിയായില്ല കേട്ടാ, അല്ലേ? നമ്മുടെ കുടുംബം ഈ കുടുംബത്തെക്കുറിച്ച് പുറത്ത് ഇങ്ങനെ മോശമായി അറിഞ്ഞ ചീത്തപ്പേര് നമുക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് സൂക്ഷ്മത പാലിക്കുന്ന, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. നമുക്കിടയിൽ വളരെ സുതാര്യമായൊരു ബാന്ധവം ഉണ്ടാകണം. നമുക്ക് നേതൃത്വം നൽകുന്ന ഈ മഹല്ലിൻ്റെ നേതൃത്വം, മഹല്ല് കമ്മിറ്റി, പരിപാലക സമിതി അടക്കം എത്ര കൃത്യമായി നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ട്. മഹല്ല് പരിപാലന സമിതി നമ്മൾ തിരഞ്ഞെടുത്തവരാണ്. അവർ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ ഉലമാക്കളും ഉമറാക്കളും ഒക്കെ ചേർന്ന് വലിയൊരു മനോഹരമായ കാഴ്ച ഇന്നിപ്പോൾ എരമം മഹല്ലിലുണ്ട്, മുൻപേ ഉണ്ട്, ഇപ്പോൾ എനിക്കും കൂടെ കാണാൻ കഴിഞ്ഞു. സുത്യർഹമായ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ കാഴ്ചവെക്കാൻ, ഒരുമിച്ച് രോഗികളെ കാണാൻ പോകുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമ്മൾ ചെല്ലുകയാണ്, പ്രയാസങ്ങൾ കേൾക്കാൻ, കൊച്ചു കൊച്ചു പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ തിരുത്താൻ നിങ്ങളെപ്പോലെ നല്ലവരായ മനുഷ്യസ്നേഹികൾ, നല്ലവരായ മുസ്ലിം ഉമ്മത്തിലെ ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ തന്നെ. അങ്ങനെയല്ലേ? കൊച്ചു കൊച്ചു പാളിച്ചകളൊക്കെ ഉണ്ടാവും, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, കമ്മിറ്റിക്കാരുടെ അടുത്തും ഉണ്ടാവും, ഖത്തീമിൻ്റെ അടുത്തും ഉണ്ടാവും, നാട്ടുകാരുടെ അടുത്തും ഉണ്ടാവും. എല്ലാവരും മനുഷ്യരാണ്, ആരും മഅ്സൂമുകളോ പ്രവാചകന്മാരൊന്നുമില്ലല്ലോ, സാധാരണ മനുഷ്യരാണ്. കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്നേഹബുദ്ധിയ അത് അടുക്കൽ വന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ എത്ര മനോഹരാണ് നമ്മുടെ മഹല്ല്. അങ്ങനെ ആയിത്തീരണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ 1-2 സഹോദരങ്ങളോടൊപ്പം നമ്മളിങ്ങനെ ഇരുന്നു, കമ്മിറ്റിയുമായി ചേർന്നു. കുറച്ച് തെറ്റിദ്ധാരണകൾ പരസ്പരം രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. പരസ്പരം സംസാരിച്ചു. എന്ത് റാഹത്തായ സദസ്സ്! എത്ര സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുകയും പിരിയുകയും ചെയ്തു. എത്ര മനോഹരം! അൽഹംദുലില്ലാ. അതുപോലെ ഓരോരുത്തരിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ. എന്നോട് നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി എന്നെ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദേ, നമ്മുടെ മഹല്ലിൽ ഈ പള്ളി കമ്മിറ്റിയിൽ തന്നെയാണെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പള്ളി കോമ്പൗണ്ടിലേക്ക് കടന്നാൽ പിന്നെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല, ഒരു സംഘടനയില്ല. ഇവിടെ നമ്മളൊക്കെ ഉമ്മത്താണ്. ആ പാരമ്പര്യത്തിലൂന്നിയ വിശ്വാസത്തിൽ ഞങ്ങളൊക്കെ അടിയുറച്ച് നിൽക്കുന്നവരാണ്. അത് ഈ മഹല്ലിൻ്റെ സ്വഭാവമാണെന്ന് തന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ നമ്മളില്ല. എല്ലാവരും ആ ഒരു കോൺസെപ്റ്റിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതല്ലാത്തതൊന്നും ഇവിടെ നിന്ന് നമ്മൾ പ്രഘോഷണം ചെയ്യാനും പാടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഈ പള്ളിയിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടായിരുന്നു. ആ ഒരു ബോധ്യം കിട്ടിയത് ഈ കമ്മിറ്റിക്കാർ പറഞ്ഞതും ഈ മഹല്ലിലെ അംഗങ്ങൾ പറഞ്ഞതിൽ നിന്നുമാണ്. എത്രമേൽ കൃത്യമാണ് നമ്മുടെ പ്രവർത്തനം. അപ്പൊ ഇത് കൂട്ടായ്മയിൽ നിന്ന് ഭംഗിയായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ബലം ഉണ്ടാവുക. എന്തിനറിയാം, നമ്മുടെ മാളയിൽ നിന്നൊരു വാർത്ത നമ്മൾ കണ്ടില്ലേ, സ്വന്തം ഉമ്മയെ കുത്തിക്കൊന്നു കളഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്.
ലഹരിക്കടിമയായിട്ട്. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഇവിടെ എന്തോരം ചെറുപ്പക്കാർ കുട്ടികളുണ്ട്. മാഷാ അല്ലാഹ്, നമ്മുടെ നിസ്കാരം പള്ളിയിൽ 5 വഖത്ത് നിസ്കരിക്കാൻ, പ്രത്യേകിച്ച് മഗ്‌രിബിൻ്റെയൊക്കെ സമയത്ത് എത്രയെത്ര ചെറുപ്പക്കാരായ കുട്ടികൾ, നല്ല ചോരത്തിളപ്പുള്ള പ്രായത്തിലുള്ള കുഞ്ഞുമക്കൾ, ഇവരൊക്കെ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ മക്കളാണ് ഇനി നാളെയെ ഭരിക്കേണ്ടവർ, ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടവർ. ഇവരൊരിക്കലും മോശമായി പോകാൻ പാടില്ല. ഇവർ മോശമാകാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി വഴി കാണിച്ചു കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് ഐക്യത്തോടെ നിന്നിട്ട് അവരെ നമ്മോടൊപ്പം നിർത്തി പ്രവർത്തിപ്പിക്കണം. ഇല്ലെങ്കിൽ മക്കൾ പതിയെ യുക്തിവാദത്തിലേക്ക്, മതനിരാസത്തിലേക്ക്, മോശമായ പാതയങ്ങളിലൊക്കെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയേറെയാണ്. നമുക്കിടയിൽ ഒത്തൊരുമയുണ്ടെങ്കിൽ, കൂട്ടായ്മയുണ്ടെങ്കിൽ അവരെയും നമ്മോടൊപ്പം ചേർത്തി മനോഹരമായ നിലനിൽപ്പ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴും ഓർക്കണം, യദുല്ലാഹി അലൽ ജമാഅ, നമ്മൾ കൂട്ടമായി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒന്നിച്ച് നിൽക്കുമ്പോൾ അള്ളാന്റെ സഹായം. ഇപ്പം എന്ത് മനസ്സിലാക്കണം? ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അള്ളാന്റെ സഹായം നമുക്ക് ഉണ്ടാവൂല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയമായി. ഒരു ചെറുകഥ കൂടെ പറഞ്ഞ് നിർത്തട്ടെ. 2-3 മിനിറ്റ് സമയമുണ്ടോ? ചുരുക്കം. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെയ്പായസം. ഒരു ഭാര്യ, അവളിങ്ങനെ കിച്ചണിൽ ഓടി നടന്ന് ജോലി ചെയ്യാൻ. തൻ്റെ പ്രിയപ്പെട്ടവനും മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. ഓടി നടന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ അവൾ വീണുപോയി, എവിടെയൊന്ന് തലയടിച്ച് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ വരുമ്പോൾ വീടൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, പക്ഷേ ആരെയും കാണുന്നില്ല. അടുക്കളയിലേക്ക് ഓടി ചെന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ അതാ വീണ് കിടക്കുക. വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നൊരു നിമിഷമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു, മരിച്ചിട്ട് കുറച്ച് മണിക്കൂറുകളായി, സ്തബ്ധനായി നിന്നു പോകുന്നുണ്ട്. അങ്ങനെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ കുട്ടികളോടൊപ്പം വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നൊരു കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ഉമ്മയില്ലാത്തൊരു വീട് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അമ്മയില്ലാത്ത വീട് അത് വെറും കെട്ടിടമാണെന്ന്. മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അമ്മയില്ലാത്ത വീടൊരു കെട്ടിട. ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി. മക്കൾ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് കയറി. ആകെ അറിയുന്നത് കഞ്ഞി ഉണ്ടാക്കാനാ. കഞ്ഞി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിനിടയിൽ കുറേ പാത്രങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവള് നമുക്ക് വേണ്ടി ചെയ്തു വെച്ചതാണത്. നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ ചോറുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, കൂട്ടുകറിയുണ്ട്, ഒരു ചെറിയ പളുങ്കു പാത്രത്തിൽ നെയ്പായസമുണ്ട്. പക്ഷെ ഈ മരണത്തിന്റെ ഗന്ധമുള്ള ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. മക്കൾ ഇത് കഴിക്കണ്ട, അച്ഛൻ കഞ്ഞി ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കിയത് തന്നെ വേണം. കുഞ്ഞുങ്ങൾ വാശി പിടിച്ചു. എന്നാ നിങ്ങളുടെ ഇഷ്ടം. അച്ഛനിങ്ങനെ കോലായിൽ പോയിട്ട് തൻ്റെ പ്രിയപ്പെട്ടവളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മക്കളിങ്ങനെ നെയ്പായസം വായിലേക്ക് വെച്ചിട്ട് അച്ഛനോട് പറയുന്നൊരു വാക്കുണ്ട്, അച്ഛാ അച്ഛാ, അമ്മയുണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ എന്ത് രുചിയാണല്ലേ. കഥയുടെ അവസാനം ഇങ്ങനെയാണ്. ഞാനിത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഈ ഒരു വാക്ക്, ഇതൊരു കഥയാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യമായിക്കോട്ടെ, ഈ ഒരു വാക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ കേൾക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവൾ ഭക്ഷണം ഉണ്ടാക്കി തരും, നല്ല ഭക്ഷണമാണ് കേട്ടോ എന്ന് പറയുന്നത് കേൾക്കാൻ അവരെത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് നീ പോയില്ലേടി, നീ അങ്ങനെ ആയിരുന്നടി, നീ വച്ചതാണ്, നീ വരച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ട് അവളത് അറിയുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഈ അടുത്തിരിക്കുന്ന ഓരോ മനുഷ്യരും നിങ്ങളും ചിന്തിച്ചു നോക്കി, നമ്മുടെ സഹോദരങ്ങളാ. ചിലപ്പോൾ നമ്മൾ പിണക്കമായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക കൂട്ടത്തിൽ. ഇവർ മരിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട്, നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, എനിക്കൊരാപത്ത് വന്നപ്പോൾ ഓടി വന്നോനാ, മോനെ നീ ഇതപ്പം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവനോട് സ്നേഹം കാണിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കണം. ആ ഒരു ഐക്യവും ആ ഒരു ബോധവും നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എങ്കിൽ നമ്മൾ വിജയിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം മനസ്സിൽ വെച്ചോ, നമ്മൾ എത്ര വലിയ പ്രവർത്തനം ചെയ്താലും, എത്രായിരം ഹജ്ജ് ചെയ്താലും, കുടുംബ ബന്ധവും സാമൂഹിക ബന്ധവും വിച്ഛേദിച്ചവന് ഒരമലും ഫലപ്രദമാവില്ല. പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മഹലിൻ്റെ കീഴിൽ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. ഇനി പാരൻറ്റിങ് ക്ലാസ് വരുന്നുണ്ട്, അതുപോലെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വരുന്നുണ്ട്. ഒരുപാട് ആനുകാലികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതൊറ്റക്ക്
ഖത്തീബിനെ കൊണ്ടോ അല്ലെങ്കിൽ മഹല്ല് നിർവാഹക സമിതിയെ കൊണ്ടോ ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ പിന്തുണയില്ലാതെ നമ്മൾ ഒന്നിച്ചു പോവുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ ഛിദ്രതയ്ക്ക് ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അവരെയും നന്നാക്കി നമ്മിലേക്ക് ചേർത്ത് നിർത്തുമാറാകട്ടെ.